ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബോൾ ഗ്രേപ്പ് ജ്യൂസ് വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അപ്പോൾ ഗൈസ്, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബാംഗ്ലൂർ ബ്ലൂ എന്ന് പറഞ്ഞ വെറൈറ്റിയിലുള്ള ഗ്രേപ്സാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്രേപ്സ് നമ്മൾ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതിൻ്റെ ഫ്ലേവറും നല്ല പുളിരസമാണ് ഇതിന്. അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് പൾപ്പ് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ബാംഗ്ലൂർ ബ്ലൂ എന്ന് പറഞ്ഞ ഈ ഗ്രേപ്സ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ഈ സ്കിന്ന് നമുക്ക് തിളപ്പിച്ച് ഇതിൻ്റെ കളർ നമുക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഗ്രേപ്പ് ജ്യൂസിന് നല്ല കളർ കൊടുക്കുന്നത് ഈ സ്കിന്നിൽ നിന്ന് വരുന്ന കളറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഈ പൾപ്പും അതുപോലെ തന്നെ ഈ സ്കിന്നും നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഈ സ്കിന്നിൽ നിന്ന് വരുന്ന ഈ കളറാണ് നമ്മുടെ ജ്യൂസിന് നല്ലൊരു കളർ കൊടുക്കുന്നത്. സോ അല്ലാതെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലും സപ്പോർട്ട് ചെയ്യുക. ഗ്രേപ്സ് നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൾപ്പ് സെപ്പറേറ്റും ഇതിൻ്റെ സ്കിന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ എടുക്കാം. ഇത്രയും ഗ്രേപ്സ് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ സ്കിന്ന് സെപ്പറേറ്റ്, അത് പൾപ്പ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന സ്കിന്നാണ് നമ്മൾ വെള്ളത്തിൽ തിളപ്പിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ആദ്യം ഒരു 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ മുന്തിരിയുടെ ടിപ്സിൻ്റെ സ്കിന്ന് നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പൾപ്പ് എടുത്തപ്പോൾ പൾപ്പിനകത്ത് കുറച്ച് ജ്യൂസ് വന്നില്ലായിരുന്നു, ആ ജ്യൂസും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇതൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് ഈ പൾപ്പിനകത്തുള്ള സീഡ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലുള്ളതിൽ ഏറ്റവും കടുപ്പമുള്ള പണി ഇതാണ് കേട്ടോ. ഈ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടെ ഒന്ന് തിളയ്ക്കാനുണ്ട്. തിളക്കട്ടെ. എല്ലാ കളറും ഇതിനകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഷുഗർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പാത്രം വെച്ചിട്ട് 1/2 ലിറ്റർ വെള്ളം, 1.5 കപ്പ് പഞ്ചസാര, ഒരു 1.5 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. അതൊന്ന് തിളച്ച് വരണം. നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ആദ്യം ഇതിനകത്തോട്ടൊന്ന് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചൂടാക്കി വെച്ചേക്കുന്ന ഷുഗർ സൊല്യൂഷൻ ഇല്ലേ, ഷുഗർ സിറപ്പ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ച പൾപ്പില്ലേ, ഇത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് റോ ആയിട്ടുള്ളത് അങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം ചൂടുണ്ട്. റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുപ്പിച്ചതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. ഗൈസ്, നമ്മുടെ ബോൾ ഗ്രേപ്പ് ജ്യൂസ് അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഒന്നാം തരം ബോൾ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം ടേസ്റ്റ്. സോ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.